സാർ, ഇനി അടുത്തതായി ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ മീഡിയ വണിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. ഈ SIR നടപടിക്രമങ്ങളിൽ ഈ ഇരട്ട വോട്ട് ചേർക്കുന്നത് തടയാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനോ സംവിധാനമില്ല എന്നത്. നിലവിൽ ഈ ഇരട്ട വോട്ട് ചേർക്കപ്പെട്ടു കഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കും, അതെങ്ങനെ കണ്ടെത്തും സാർ? ഓക്കെ, നിലവിലുള്ള ഒരു സംവിധാനം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ SIRയുടെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ പറയുന്നത് 2 സ്ഥലത്ത് ഒരാൾക്ക് വോട്ടുണ്ടെന്നുള്ളതല്ലേ? അതെ, 2ഇടത്ത് താമസിക്കുന്നവർക്ക് എന്യൂമറേഷൻ ഫോം ലഭിക്കുന്നു, അത് അവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊരു ഇരട്ട വോട്ട് ചേർക്കപ്പെടുകയല്ലേ അവിടെ ചെയ്യുന്നത്? അതെ, അതിലെ ഇപ്പോൾ സംവിധാനം ഉള്ളത് 2 സ്ഥലത്ത് ഒരാൾ, അത് ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് പറയുന്നത്. 2 സ്ഥലത്ത് ഒരാൾ മിസ്റ്റർ എക്സിന് 2 സ്ഥലത്ത് വോട്ടുണ്ട് എന്ന് പറയാം, ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോ. അവിടെ 2 സ്ഥലത്ത് ഈ എനുമറേഷൻ ഫോം BLO അത് ഡൗൺലോഡായി ചെയ്തപ്പെടും. കാരണം എല്ലാ എനുമറേഷൻ ഫോംസ് BLOമാർ കൊടുക്കണം. ഇത് വേറെ വേറെ ബൂത്ത് ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ആൾക്ക് അറിയാം 2 സ്ഥലത്ത് ഈ എനുമറേഷൻ ഫോം ഒപ്പിട്ടിട്ട് തിരിച്ചു തരണമെന്നുള്ളത് ബോധ്യപ്പെട്ട ശേഷമാണ് ഈ ആള് 2 സ്ഥലത്ത് വോട്ട് ചേർക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. നമ്മൾ ഈ ആള് 2 വോട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പെടുവാണെങ്കിൽ അവിടെ ഒരു സെക്ഷൻ 31 അനുസരിച്ചിട്ട് ഒരു നിയമം, ഒരു ആക്ഷന്, ലീഗൽ ആക്ഷൻ ഇയാളുടെ എതിരെ നമുക്ക് എടുക്കാൻ പറ്റും. അതിലെ ഫൈന്, ശിക്ഷ അടക്കം എല്ലാ പ്രൊവിഷൻസ് ആ സെക്ഷൻ 31-ലുണ്ട്. അതിൽ പറയുന്നത് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്, 2 സ്ഥലത്തില്ല എന്നുള്ളത് ഒരു ഡിക്ലറേഷൻ അവിടെ കൊടുക്കണം. സോ അങ്ങനെ കൊടുത്ത ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഫോം 2 ഫോം അപ്ലോഡ് ചെയ്തു എന്ന് വെക്കാം. അപ്ലോഡ് ചെയ്ത ശേഷം ഇതെല്ലാം സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് കുറേ ഈ ഫസി ലോജിക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസ് എന്ന് നമ്മൾ പറയും. പേര്, ഒരു സിമിലർ ആയിട്ടുള്ള പേര്, ഇല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ജെൻഡർ, സിമിലർ ആയിട്ടുള്ള ഏജ്, സിമിലർ ആയിട്ട് അച്ഛനുടെ അമ്മയുടെ പേരുകൾ, അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഫസി ലോജിക് വെച്ചിട്ട് ഡെമോഗ്രാഫിക് സിമിലർ എൻട്രീസിന്റെ ഭാഗമായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള എൻട്രീസ് ഇങ്ങനെ 2ഓ 3ഓ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുമൂലം വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനും സാധിക്കും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ സിമിലർ എൻട്രീസ് എന്ന് പറയും. ഇപ്പോൾ 2 ഫോട്ടോ അതിലൊപ്പിട്ടിട്ട് സെയിം ആള്, അവരുടെ ഫേസ് സെയിം ആയിരിക്കുമല്ലോ. സോ അത് അപ്ലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം മൂലം ഫോട്ടോ സിമിലർ എൻട്രീസ് കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഐഡന്റിഫൈ ചെയ്ത ശേഷം ഈ ആളെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അതാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഇരട്ട വോട്ട് കണ്ടെത്താനുള്ള സംവിധാനം നിലവിലില്ലല്ലോ. അതിപ്പോൾ അന്തിമ വോട്ടർ പട്ടികയൊക്കെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെയുള്ള പരിശോധനയൊക്കെ നടക്കുക. ഇപ്പോൾ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് നമ്മുടെ ഒരു നിർദ്ദേശം, നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാർ പറയുന്നത് ആയിരിക്കും ഒരു ഫേസ് വാല്യൂ ആയിട്ട് അത് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സംവിധാനം. അങ്ങനെയാണ് ഈ ഫോം ഫിൽ ചെയ്ത ശേഷം തരുന്ന എല്ലാ ആൾക്കാരും ഡ്രാഫ്റ്റ് റോളിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവില്ല, അതാണ് ചട്ടം. അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ ഉദ്യോഗസ്ഥർ ഇതിനെ മൊത്തം വെരിഫിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒബ്ജക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം അപ്പോൾ ആണ് വരാൻ പോകുന്നത്. എനുമറേഷൻ ഫോം ചെയ്യുന്ന എല്ലാ ആൾക്കാർ ആ ഡ്രാഫ്റ്റ് റോളിൽ നമ്മൾ കൊണ്ടുവരും. അത് കണ്ടിട്ട് വെരിഫിക്കേഷന്, ക്ലെയിംസും ഒബ്ജക്ഷൻ ചെയ്ത ശേഷം ആ സമയത്ത് ഇതെല്ലാം വെരിഫൈ ചെയ്ത ശേഷം ഫൈനൽ റോളിൽ പോകുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ക്ലെയിംസും ഒബ്ജക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ശരി, അപ്പോൾ SIR കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഈ ചെക്കിംഗ്, പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടക്കുക എന്നാണല്ലോ സാർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംവിധാനം അങ്ങനെയല്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ ഈസ് നോട്ട് ദ കംപ്ലീറ്റ് SIR പ്രോസസ്. കംപ്ലീറ്റ് SIR പ്രോസസ് എന്ന് പറയുന്നത് ഫൈനൽ പബ്ലിക്കേഷൻ ആണ്. കംപ്ലീറ്റ് SIR പ്രോസസ്. ഡ്രാഫ്റ്റ് SIR എല്ലാം നമ്മുടെ എല്ലാ ഒപ്പിട്ട ആൾക്കാർ നമ്മൾ കൊണ്ടുവരണം. അത് കാണിട്ട് 2 മാസത്തിന്റെ സമയത്താണ് ഈ മൊത്തം
പ്യൂരിഫിക്കേഷന്, ക്ലെയിംസ്, ഒബ്ജെക്ഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം നടത്തും. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് എല്ലാം ആ സമയത്താണ് നടക്കുന്നത്. ആ സമയത്ത് AI ടൂൾസ് അടക്കം എല്ലാ സംവിധാനം വെച്ചിട്ട് തന്നെ ആയിരിക്കും മൊത്തം വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. അവസാനത്തെ ലിസ്റ്റ്, അതായത് 9th of February അതായത് 7th of February നമ്മൾ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. ആ സമയത്തായിരിക്കും ഈ മൊത്തം പ്യുവർ ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കറക്റ്റാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതെല്ലാം ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായിട്ടുള്ള തീരുമാനം ആ ഭാഗത്തിന് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ SIRയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെയുള്ള മൊഡ്യൂൾസ് ഒക്കെ അവർ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട്. ശരി, അങ്ങനെ ഇരട്ട വോട്ട് ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു നടപടി എങ്ങനെയായിരിക്കും സർ? അത് സെക്ഷൻ 31 അനുസരിച്ചിട്ട് ഇവരുടെ എതിരെ ശക്തമായിട്ടുള്ള ഒരു ക്രിമിനൽ കേസ് ലോഡ്ജ് ആവും. പിന്നെ റൈറ്റ് ടു ഇത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ചിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. അത് ഏകദേശം ഒരു ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് രണ്ടും ഉണ്ട്. പിന്നെ ബാക്കി പോലീസിന്റെ ഭാഗത്തിനുള്ള ഒരു ഫോർജറി, ചീറ്റിംഗ് കാര്യങ്ങളൊക്കെ BNSS അനുസരിച്ചിട്ടുള്ള കുറേ ചട്ടങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കും. സോ ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്ഷന് അങ്ങനെയുള്ള ആൾക്കാരെതിരെ ഉണ്ടാവും.